ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴയിലാണ്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഇവിടെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് എക്സൈസ് ഇവിടുന്ന് വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഇപ്പോൾ ഒരു കർണാടക KSRTC ബസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ആണ് ഇതിൻ്റെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ് സാറാണ്. സാറ് അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ ചെക്ക് പോസ്റ്റാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇപ്പോൾ ഇലക്ഷനും ന്യൂ ഇയർ പുതുവത്സരം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വാഹന പരിശോധന ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെയും എല്ലാ നേതൃത്വം നൽകുന്നുണ്ട്. അവർ പല സമയങ്ങളിലായി ഇവിടെ ബൈ റോഡുകളൊക്കെ ചെക്കിങ് നടത്താൻ പ്രത്യേക ടീമിനെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. വളരെയധികം നല്ല ശക്തമായ രീതിയിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് 22.167 ഗ്രാം MDMA ഇവിടുന്ന് പിടിക്കാനുണ്ടായി. പിന്നെ കൂടാതെ ചെറിയ ചെറിയ കേസുകളും കഞ്ചാവ് കേസുകളും കണ്ടെടുക്കുന്നുണ്ട്. ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധനയിലുള്ളത്? ഇവിടെ ഇപ്പോൾ നിലവിൽ 6 ഉദ്യോഗസ്ഥർ, ഒരു എക്സൈസ് ഇൻസ്പെക്ടർ, 2 പ്രിൻറ്റേഴ്സർമാർ, 3 സിവിൽ എക്സൈസ് ഓഫീസർമാർ ഇവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. 24 മണിക്കൂർ കൊണ്ട്. കൂടാതെ സ്ട്രൈക്കിംഗ് ഫോഴ്സിൻ്റെ ടീം വേറെ സെപ്പറേറ്റ് ആയിട്ട് ബൈ റോഡുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പെട്രോളിംഗ് പാർട്ടി രാത്രി ഫുൾ ടൈം ഉണ്ട്, 24 മണിക്കൂർ ശക്തമായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇനി വരും. ഇപ്പോൾ കുറച്ച് ഡ്യൂട്ടികളും കൂടി ഉണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ചൊരു തിരക്കുണ്ട്. പിന്നെ പാലക്കാട് ഒരു ചെക്കിങ് അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവുണ്ട്. പക്ഷെ എന്നാലും അത് ഇപ്പോൾ മേക്കപ്പ് ആവും. സ്പെഷ്യൽ ഡ്രൈവ് എത്ര ദിവസമാണ്, എത്ര തീയതി വരെയാണ്? അത് ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെയാണ് പ്രത്യേക കർമ്മ പദ്ധതി കാലയളവ് നിശ്ചയിച്ചിട്ട് വരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട DC പറയുന്ന പ്രകാരമുള്ള കാലം ഇന്നും കൂടി ഉണ്ടാവും.